ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ പെരുന്നാൾ തിരക്കൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. പെരുന്നാളിന് എനിക്കൊരു 4 ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ് എനിക്ക് ആ സമയത്ത് കഴിയൂല എന്ന് പറഞ്ഞു. അപ്പോൾ 4 ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും അതിൻ്റെ ഇടയിൽ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ 2 ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ 2 ചിക്കൻ മന്തിയും അങ്ങനെയാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. ഒന്ന് 6 കിലോ ചിക്കൻ ബിരിയാണിയും 3 കിലോ ചിക്കൻ ബിരിയാണിയും പിന്നെ 4 കിലോ മന്തിയും 2.5 കിലോ ചിക്കൻ മന്തി കേട്ടോ. അങ്ങനെ അപ്പം തലേ ദിവസം തന്നെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒക്കെ വൈകുന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു ചിക്കനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഒക്കെ കഴുകി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ തന്നെ അതൊക്കെ പൊരിച്ചും വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ നമുക്ക് നേരത്തെ തന്നെ ദമ്മിട്ടാൽ മതിയല്ലോ, മസാല ഉണ്ടാക്കി വേഗം ദമ്മിട്ടാൽ മതി. ചിക്കൻ പൊരിക്കാനൊക്കെയാണ് ടൈം കൂടുതൽ വരിക. അപ്പോൾ ഞാൻ എന്തായാലും ചിക്കൻ പൊരിച്ചിട്ട് തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കലും. പിന്നെ പൊരിച്ച് വെച്ചാൽ രാവിലെ നമുക്ക് വേഗം ദമ്മിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ രാത്രിയിലാട്ടോ ചെയ്ത് വെക്കണത്. രാത്രി എന്നാൽ വൈകുന്നേരം ആണ്, ആ ഒരു സമയത്താണ് ചിക്കനൊക്കെ പൊരിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചത്. പിന്നെ ഇതിലേക്കുള്ള സവാള കട്ട് ചെയ്യാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉമ്മയും എൻ്റെ മക്കളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉമ്മയും ഹസ്ബൻഡിൻ്റെ അനിയത്തിയുണ്ട്. അപ്പോൾ ഉമ്മയും മക്കളൊക്കെ അവിടെ ഇരുന്നാണ്ട് ഉള്ളിയൊക്കെ തൊലി കളയുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെയുള്ളതൊക്കെ ഒരു തൊലിയൊക്കെ കളയുന്നുണ്ട്. പിന്നെ ഞാനിതാ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഓരോപ്പം ഉള്ളിയൊക്കെ തൊലി കളയാനും പോകുന്നുണ്ട്. ഇനിയിപ്പോൾ മന്തിക്കുള്ള മസാല കൂട്ടി വെക്കണം, അതും ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിക്കുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്ത് അതും റെഡിയാക്കുന്നുണ്ട്. മന്തിക്ക് പിന്നെ നമ്മൾ ക്യാപ്സിക്കോ സവാള കുറച്ച് മതിയല്ലോ, 1-2 ഒക്കെ സവാള മതി, അതേപോലെ 1-2 ക്യാപ്സിക്കോ ഒക്കെ മതി. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെന്താണ് പെരുന്നാളിന് സ്പെഷ്യൽ ഉണ്ടാക്കിയെന്നൊക്കെ കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. നമ്മളിവിടെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതേപോലെ അടപ്പായസം ഉണ്ടാക്കിനി. അടപ്പായസത്തിൻ്റെ റെസിപ്പി ഞാൻ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയാലോ, അത് ഇപ്പോൾ ഒരാഴ്ചക്ക് ആവണല്ലോ ഉള്ളൂ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും അത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഈ ചാനൽ തുടങ്ങിയ അന്ന് കുറേ മുന്നേ നമ്മൾ തുടങ്ങിയതല്ലേ, 3-3.5 വർഷം 4 വർഷത്തോളമൊക്കെ ആയിരിക്കും. അന്ന് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാൻ ഒരുപാട് ടൈം എടുത്താണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ്. അപ്പോൾ അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം കേട്ടോ. ഒക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അപ്പം എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മന്തിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ മന്തിൻ്റെ റെസിപ്പി ഞാൻ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ 2 വർഷം മുന്നേ ഇട്ട ഒരു മന്തിൻ്റെ റെസിപ്പി ഉണ്ട്. അത് 1 മില്യൺ അടിച്ച റെസിപ്പിയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല കേട്ടോ. എന്താ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് ചാനലിലിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കോണ്ടി. അങ്ങനെ ഇതാ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. 2 മന്തി മസാലയൊക്കെ തേച്ച് വെച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചു. സവാളയൊക്കെ തൊലി കളഞ്ഞു വെച്ചു. സവാള ഇനി ബാബു വന്നിട്ട് കട്ട് ചെയ്ത് തരും. പിന്നെ ഇതാ പച്ചമുളകൊക്കെ ചതച്ച് ഒക്കെ റെഡിയാക്കി വെച്ച്. ഇനി ബാബു വന്നിട്ടാണ് സവാള കട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്തിന് ഞാൻ മന്തിക്കുള്ള ചിക്കനും ഞാൻ വേവിച്ച് വെക്കും കേട്ടോ. അപ്പോൾ മറ്റേ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടച്ച് വെച്ചും ചെയ്തു. ഇനി തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്, സവാള കട്ട് ചെയ്തിട്ടില്ല. തക്കാളി ഞാനിനി ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കും കേട്ടോ. തക്കാളി പുറത്ത് വെക്കലില്ല, ബാക്കിയുള്ളതൊക്കെ പുറത്ത് തന്നെ വെക്കും. ഇനിയിപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ കുക്കിങ്ങും തുടങ്ങുമല്ലോ. പിന്നെ മസാല കൂട്ടി വെക്കലില്ല കേട്ടോ. മസാല കൂട്ടി വെച്ചാൽ എന്താ അറിയോ, ഇനിയിപ്പോൾ ഉച്ചക്കല്ലല്ലോ കഴിക്കുക ബിരിയാണി. പെരുന്നാളിനാകുമ്പോൾ പള്ളി കഴിഞ്ഞ് വന്നാൽ അപ്പോൾ ഫുഡ് കഴിക്കും. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ ഉച്ചക്കും വൈകുന്നേരമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പം ചീത്തയാവും കുറേ മുന്നേ വെച്ച് കഴിഞ്ഞാൽ. അപ്പം രാവിലെ ദമ്മിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മസാല ആ ഒരു സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ബാബു വന്നപ്പോൾ സവാളയൊക്കെ ബാബു കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മന്തിയും വേവിക്കാൻ വെച്ചിട്ടോ, മന്തിക്കുള്ള ചിക്കനും വേവിക്കാൻ വെച്ചിട്ടോ, മന്തിയല്ല. പിന്നെ ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. പിന്നെ ഒരു 4:30 ആയപ്പോഴാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കിയാണ്ട് ബിരിയാണി ദം ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ വെള്ളം വെക്കുന്നുണ്ട്. വെള്ളം വെക്കൽ ഞാൻ ഇന്ന് വറ്റിച്ചിട്ടാട്ടോ. പെരുന്നാളിൻ്റെ അന്ന് വറ്റിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത്. കാരണം കുറേ വെള്ളം തിളച്ച് ആയി വന്ന് ഊറ്റിയൊക്കെ വരുമ്പോഴത്തേന് നേരം കുറേ ആവും. പിന്നെ 4 വീട്ടിലേക്കുള്ള ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം 4ഉം ഒരേ സമയത്താണ് കൊടുക്കും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ
പിന്നെ അല്ലെങ്കിൽ കുറേ അടുപ്പ് വേണം. എൻ്റെ അടുത്ത് അധികം അടുപ്പൊന്നുമില്ല, ഒരു 2-3 അടുപ്പ് തന്നെ ഉള്ളൂ. 2 അടുപ്പുള്ളൂ. ഒന്ന് പിന്നെ ഇനി വാവു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുപ്പ് ഇല്ലാതെയപ്പോൾ 3 കല്ലും കൂടെ അങ്ങോട്ട് താഴത്തേക്ക് ഇട്ട് തന്നീന് കേട്ടോ. അങ്ങനെ 3 അടുപ്പുമ്മലായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തത്. പിന്നെ വലിയ പാത്രങ്ങളൊന്നും നമ്മൾ സാധാ വിറകടുപ്പുമ്മ വെക്കാൻ പറ്റൂല. അതിന്മേലൊന്നും തീയാണ് കത്തി പൊന്തി കിട്ടൂല. അപ്പോൾ ഒക്കെ വേവാനും സമയമെടുക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് 6 കിലോ ചിക്കനും 5 കിലോ റൈസിനും ഉള്ളതാണ്. പിന്നെ ഇങ്ങനെ കൂടുതൽ ഓർഡറൊക്കെ ഉണ്ടാകുമ്പോഴേ കൂടുതൽ പാത്രങ്ങളും വേണം, ചെമ്പുകളൊക്കെ കൂടുതൽ വേണം. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഈ ഉള്ള ആ ഒരു പാത്രങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 4 വീട്ടിലേക്കുള്ള ബിരിയാണിക്കുള്ള പാത്രങ്ങളുണ്ട്. ഒരു വീട്ടിലേക്ക് ഓരോ ചെമ്പ് തന്നെ കൊണ്ടുവന്ന് വന്നേക്കാണ് കേട്ടോ. അതിലുണ്ടാക്കി കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ ചെമ്പ് പിന്നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും വേണ്ട, ഓരോ പാത്രത്തിൽ അങ്ങനെ ദമ്മിട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ അത് മസാലയൊക്കെ ഞാൻ ദം ചെയ്തെടുക്കണ പാത്രത്തിൽ ഇട്ട് കൊടുത്തു. അതിലേക്കുള്ള അരി വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വറ്റിച്ച് നെയ്ച്ചോറ് രൂപത്തിലാക്കിയാണ്ട് ഉണ്ടാക്കുമ്പോഴേ, വറ്റിച്ചുണ്ടാക്കാൻ നെയ്ച്ചോറ് ഉണ്ടാക്കണ പോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ പിന്നെ എന്താ പറയുക, നല്ല ചൂട് തന്നെ ആ റൈസേക്ക് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ദമ്മ് ശരിക്കും കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോറിനൊരു ബലം വെക്കലുണ്ടാവും. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി ചൂടാറും കൂടെ ചെയ്യുമ്പം ഒന്നും കൂടെ ഒരു ബലം വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതേപോലെ വറ്റിച്ച് വെക്കാത്തിട്ടോ. എനിക്ക് അധികം തിളപ്പിച്ചൂറ്റി വെക്കുന്നതാണ് ഇഷ്ടമൊക്കെ. പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് അതിന് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് അങ്ങനെ വറ്റിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എല്ലാത്തുക്കും ഉള്ളത് അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ ബിരിയാണി ഇവിടെ ദം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ചേർക്കണ പോലെ തന്നെ ആർക്കേജിൻ്റെ നെയ്യും ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക. ഇത് വറ്റിച്ചപ്പോൾ നമ്മൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിന് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയപ്പം. എന്നാൽ ചോറിന് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ കൊടുക്കാനുള്ള ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമുക്കുള്ള ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലും ഒക്കെ കൂടെ ആകുമ്പോഴും ടൈം എങ്ങനെ പോകണമെന്ന് അറിയില്ല. അപ്പോൾ കുറേ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. സാധാരണ ഞാൻ പെരുന്നാൾക്ക് എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ഒപ്പം ഇരുന്ന് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട്. പക്ഷേ ഇന്ന് അതിനൊന്നും പറ്റിയില്ല. ചിലപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കണ പോലെയൊന്നും നടക്കൂല. പക്ഷേ ഫുഡൊക്കെ സമയത്തിന് കൊടുക്കാൻ പറ്റി, ആ കാര്യത്തിൽ ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷേ നമ്മളെ കാര്യത്തിൽ കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ ഒപ്പം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണുമ്പോൾ ഒരു ഓർമ്മയല്ലേ, അതിനൊന്നും പറ്റിയില്ല എന്നാട്ടോ പറഞ്ഞത്. മക്കളൊക്കെ രാവിലെ തന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ടുണ്ടായിന്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ബിസി ആയിപ്പോയി. പിന്നെ ഇപ്രാവശ്യം പെരുന്നാൾക്ക് എങ്ങോട്ടും പോയിട്ടുമില്ല, എൻ്റെ വീട്ടിലേക്കും പോയിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് 7ാം പെരുന്നാളിൻ്റെ അന്ന് കേട്ടോ. അപ്പോൾ പിന്നെ അന്ന് പോവാമെന്ന് വിചാരിച്ച്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവരെയും കണ്ടു. നാത്തൂനും കുട്ടികളും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിന്. ഉമ്മ പിന്നെ ഇവിടെ നിന്ന് നാത്തൂനും അവളെ വീട്ടിലേക്കും പോയി. പിന്നെ ഇവിടുത്തെ ഉമ്മയും അനിയത്തിക്കുട്ടി ഓരും ഉണ്ട്. അതേപോലെ എൻ്റെ നാത്തൂനും ഇളച്ചിയും ഓരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരെയും കണ്ടില്ലേ, അപ്പോൾ ഓരോ വീട്ടിലേക്കൊന്നും പോയതുമില്ല. അങ്ങനെ ഫസ്റ്റത്തെ ബിരിയാണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദം ചെയ്തെടുത്താൽ മതി. പിന്നെ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കണ്ടല്ലേ ബിരിയാണി ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം ദമ്മ് കയറണമെന്നൊന്നുമില്ല. പിന്നെ ചോറും തന്നെ നല്ലോണം വറ്റിച്ച് നല്ല പാകത്തെ വേവൊക്കെയാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഒരു 3/4 മണിക്കൂറൊക്കെ ദമ്മിൽ കടന്നാൽ മതി. പക്ഷെ 3/4 മണിക്കൂറൊന്നും അല്ല കേട്ടോ, ഒരു 1.5 മണിക്കൂർ തന്നെ ദമ്മിൽ കടന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റത്തേതായി. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 6 കിലോ ബിരിയാണിൻ്റെത് ആയി. ഇനിയിപ്പോൾ മന്തി ഉണ്ടാക്കണം 4 കിലോ. അപ്പോൾ ആദ്യം ഇനി 4 കിലോ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തിക്കുള്ള അരി ഞാൻ ഒരു 2.5 കിലോനും ഒരു 4 കിലോനുമാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ എണീറ്റ പാടനെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിളപ്പിച്ചൂറ്റിയെടുത്താൽ മതി. പിന്നെ മസാലയും തന്നെ നമ്മൾ ഇന്നലെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ. ഇനി ആ ചിക്കൻ അതിൽ നിന്ന് എടുത്തിട്ടൊന്ന് പൊരിക്കാനുള്ളൂ കേട്ടോ. അത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചും ചെയ്തിട്ടുണ്ട്, ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് 2 അടുപ്പിലുമായിട്ട്. അപ്പോൾ അത് റെഡിയായി വരുമ്പോൾ തന്നെ വെള്ളം തിളച്ചോളും. അപ്പോൾ അങ്ങനെ വേഗം അരിയൊക്കെ ഇട്ട് കൊടുത്താൽ ഇതും ദം ചെയ്തെടുക്കാം. അങ്ങനെ 2 സെറ്റാവും. അപ്പോൾ ഇത് രണ്ടുമാണ് കൂടുതലുള്ളത്, 6 കിലോ ഉള്ളതും ഈ 4 കിലോനുള്ളതും കേട്ടോ. അപ്പോൾ നമ്മളെ മന്തിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്പിൽ, ഈ ഒരു ചെമ്പിൽ തന്നെയാണ് ഇത് ദം ചെയ്തെടുക്കുക. അപ്പോൾ ആ ചിക്കൻ വേവിച്ച ഗ്രേവിയും അതിലേക്ക് അതിന് ചിക്കൻ ആ ഗ്രേവിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചിക്കൻ മാത്രം ഒന്ന് 2 പുറം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിന് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താണ്ട് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ മന്തി ഇതേപോലെ ആവില്ല. അതിലത്തെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷേ അതിലൊക്കെ
അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണുണ്ടാവും. എന്തൊക്കെ ചേർക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് ആ ഒരു ടേസ്റ്റിലാവും കേട്ടോ നമ്മളെ വീട്ടിലത്തെ മന്തി ഉണ്ടാവുക. എന്നാലും ഇതിത്തെ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വേവും. നമ്മൾ നല്ലോണം വേവിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം വേവും. അതിൻ്റെ ഉള്ളൊന്നും ആ വെള്ള കളറായിട്ട് കാണൂല. പിന്നെ ഇതിക്ക് നമ്മളങ്ങനെ കൂടുതലായിട്ട് ഓയിലും കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല, നെയ്യും ഒന്നും ചേർക്കൂലല്ലോ. നമ്മൾ ആ ചിക്കൻ വേവിച്ചിട്ട് ഉണ്ടായിന് ആ ഒരു ഗ്രേവിയും അതേപോലെ തന്നെ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയെടുത്ത ആ ഒരു ഓയിലും അതും തന്നെ ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും ഇങ്ങനെ ലെയറായിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതിങ്ങനെ ലെയറായിട്ട് ചേർത്ത് കൊടുക്കും. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചത് ചേർക്കൂലേ, അതിന് പകരമായിട്ട് ഈ ചിക്കൻ വേവിച്ച ഗ്രേവി ഇങ്ങനെ ഇടയിലായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കും. അങ്ങനെ ഏറ്റവും മേലെ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ കുറച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി ഏറ്റവും മേലെയും ഇതേപോലെ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് പുക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കനലിട്ടിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോയിൽ പേപ്പർ വെച്ചാണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കനലുള്ള അടുപ്പുമ്മൽ വെക്കുക. തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ കനലുള്ള അടുപ്പുമ്മൽ കുറച്ച് നേരം അങ്ങനെ കിടന്നാൽ മതി. അപ്പോൾ അങ്ങനെ ദമ്മൊക്കെ കയറി മന്തി റെഡി ആയിക്കോളും. അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരടുപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഓർഡറൊക്കെ ഉണ്ടാകുമ്പോഴേ അടുപ്പ് കൂടുതൽ വേണം, അടുപ്പ് കുറേ വേണം. എന്നിട്ട് ഇങ്ങനെ ഓരോ അടുപ്പുമ്മലും ഓരോന്നും ഇങ്ങനെ ദം ചെയ്ത് ഇങ്ങനെ വരിക്ക് വെക്കണം. ഇനിയിപ്പോൾ നമുക്ക് 2.5 കിലോ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതാണ് ഇനി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ദം ചെയ്തെടുക്കുന്ന പാത്രത്തേക്ക് ആ ഒരു ചിക്കൻ വേവിച്ച ഗ്രേവിയും കാര്യങ്ങളൊക്കെ പകുതി അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെമ്പിൻ്റെ അടിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതൊക്കെ ദം ചെയ്തെടുക്കുന്ന സമയത്തേ അടിയിൽ പിടിക്കും. അപ്പോൾ ഇതിത്തെ ചിക്കൻ കുറച്ച് വലുതാണ് കേട്ടോ. മറ്റേ 4 കിലോൻ്റെ മന്തിക്കുള്ള ചിക്കൻ കുറച്ച് ചെറുതാണ്. അതൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ബിരിയാണിക്ക് വെട്ടണ ആ ഒരു രീതിയിൽ വെട്ടിയാൽ മതി എന്നുള്ളത്. അപ്പോൾ ആ ഒരു കണക്കിനാണ് ഓരോ ചിക്കൻ വെട്ടിയത്. ഇവരത് പിന്നെ കുറച്ച് വലിയ ചിക്കൻ്റെ പീസുകളാണ് കേട്ടോ. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ അരി ഇട്ട് കൊടുത്തത്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടേന്. നമ്മളിത് അരി കുതിർത്ത് വെക്കണതുകൊണ്ടേ പെട്ടെന്ന് വേവും. നല്ലോണം ഒരു 2-3 തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഊറ്റാനാവും. പിന്നെ അരി ഇങ്ങനെ വളഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ ഊറ്റും വേണം കേട്ടോ, അല്ലെങ്കിൽ വേവേറി കഴിഞ്ഞാൽ പിന്നെ മന്തി ഒന്നിനും പറ്റൂല, പാകത്തെ വേവിന് കിട്ടണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെക്കൻഡ് ചാനലിൽ ഇന്നലെ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമില്ല ഒരു കണ്ടു നോക്കിട്ടോ. അതിൽ എല്ലാ കറക്റ്റ് അളവുകളും പറയുന്നുണ്ട്. 2 കിലോൻ്റെ റെസിപ്പി കേട്ടോ ഞാൻ ചെയ്തിരുന്നത്. അതേപോലെ 1 കിലോൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട് കേട്ടോ. അതിലും നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തു. ഇനി അതും നമുക്ക് അടച്ചു വെച്ചിട്ട് കനലുള്ള അടുപ്പുമ്പോൾ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ ഇപ്പോൾ 3 എണ്ണം സെറ്റായിട്ടോ. ഇനിയിപ്പം ഒരു 3 കിലോ ബിരിയാണിയും കൂടെ ഉണ്ട് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതിക്കുള്ള മസാലയും അതേപോലെ വേഗം മസാല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ. ഇനി അതിക്കുള്ള അരി വറ്റിച്ചെടുക്കാനുള്ളൂ. അപ്പോൾ അതും വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിക്കിടാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കും ബിരിയാണി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാസുമ്മൽ പോയിട്ട് നമുക്കുള്ള ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ബീഫ് ബിരിയാണി കേട്ടോ. ബീഫൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മസാല ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ കൊടുക്കാനുള്ള 4 സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം അതിക്കുള്ള തൈരും മയോണൈസും അതേപോലെ ചട്നിയും അതൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ റെഡിയാക്കി എടുക്കല്ല, ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒക്കെ പാത്രത്തിലാക്കി വെക്കണം. അതാണ് പിന്നുള്ളൊരു പണി. അപ്പോൾ ഞാൻ എല്ലാവരോടും ടൈം പറഞ്ഞിരുന്നത് 10 മണിയാകുമ്പോഴത്തേന് ആക്കിത്തരാമെന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ചിലപ്പോൾ എങ്ങാനും നേരം വൈകിയാലോ വിചാരിച്ചിട്ട് അരമണിക്കൂർ വൈകി അങ്ങനെ പറഞ്ഞതാട്ടോ. പക്ഷേ 9:30 ആയപ്പോഴത്തേനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഞാൻ വിളിച്ചു. പിന്നെ ഒരു വരാൻ നേരം വൈകിയ പ്രശ്നമുള്ളൂ കേട്ടോ, അല്ലാതെ നമുക്ക് ഫുഡ് ആവാത്ത പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒക്കെ ആ ഒരു കറക്റ്റ് സമയത്തിന് തന്നെ ആയിട്ടുണ്ടേന്. അപ്പം ഒക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. മന്തിൻ്റെ കൂടെ മയോണൈസും ചട്നിയും കൊടുക്കും. പിന്നെ ബിരിയാണിൻ്റെ കൂടെ തൈരും അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാർ കേട്ടോ, കാരക്കച്ചാർ. ആ ഒരു അച്ചാറിന് നല്ലൊരു റിസൾട്ടാട്ടോ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ചോദിക്കലുണ്ട്. അപ്പോൾ ഈ ബിരിയാണി കൊണ്ടുപോയവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അച്ചാർ എന്നുള്ളത്. അപ്പോൾ ഈത്തപ്പഴം മാങ്ങി വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് അച്ചാർ ഉണ്ടാക്കിയത് കേട്ടോ. അതിൻ്റെ റെസിപ്പി നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിരിയാണിക്കും നെയ്ച്ചോറുക്കും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ഈത്തപ്പഴ അച്ചാർ. മധുരവും പുളിയും എരിവും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു അച്ചാറാണ്.
അപ്പം ഇതാട്ടോ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. താല്പര്യം ഇല്ലോല് കണ്ടു നോക്കൊണ്ടിന്നിട്ട് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. അപ്പോൾ അച്ചാർ ബിരിയാണിൻ്റെ കൂടെ കൊടുക്കുള്ളൂ കേട്ടോ. മന്തിക്കുള്ളത് മയോണൈസും ചട്നിയും അതൊക്കെ പാത്രത്തിലാക്കി, ഇനി അച്ചാർ ബിരിയാണിക്കുള്ള അച്ചാറും കൂടെ പാത്രത്തിലാക്കിയാൽ മതി. അപ്പം ഇതേപോലെ ചെറിയ ചെറിയ പാത്രങ്ങൾ ഇങ്ങനെ ഇഷ്ടംപോലെ വേണം. പിന്നെ അച്ചാറിനൊന്നും പ്രത്യേക ഒരു അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്ന രീതിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ തൂക്കം അതൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അച്ചാറൊക്കെ കുറച്ചല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അത് 5 കിലോ ബിരിയാണിക്കുള്ള അച്ചാറാട്ടോ. പിന്നെ നമ്മൾ അച്ചാർ നല്ല കുറുകിയ അച്ചാറാണ്. വേണമെന്നുണ്ടെങ്കിൽ അതിക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ ലൂസാക്കി എടുക്കാം കേട്ടോ. അതൊക്കെ ഇനി ഒരു ചെയ്തോളും. ഞാനിതാ അച്ചാറൊക്കെ പാത്രത്തിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ ഒരു ഉടനെയൊക്കെ ഫസ്റ്റിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ അച്ചാറാട്ടോ കൊടുക്കൽ. ആ നാരങ്ങ അച്ചാർ ഉണ്ടാവില്ലേ, അതാണ് അന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കലാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിനാണ് ടേസ്റ്റ് കൂടുതലും, അതേപോലെ നല്ലതും അതുതന്നെയാണ്. പിന്നെ കുറേ സുർക്കൊന്നും ഒഴിച്ചാതെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ കേടാവാതെ നിൽക്കണമെങ്കിൽ കുറച്ച് പണിയാണ്, കാരണം ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ടി വരും. പിന്നെ കേടാവാൻ മാത്രമൊന്നും ഉണ്ടാവില്ല, ബിരിയാണിക്ക് കൊടുക്കണ അച്ചാറല്ലേ. അപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ ആ ഒരു അച്ചാറും കഴിക്കൂലേ, അപ്പോൾ അങ്ങനെ പാത്തിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കേട് കൂടാതെ എങ്ങനെ അച്ചാർ ഉണ്ടാക്കണ്ടേന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കോണ്ടി. അപ്പോൾ അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ സെറ്റായി, ബിരിയാണി മന്തിയും ഒക്കെ സെറ്റായി. അതാ മേലെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരു വന്ന് അങ്ങനെ കൊണ്ടുപോയിക്കോളൂ, ഓരോരുത്തർ അങ്ങനെ കൊണ്ടുപോയിട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ബിരിയാണി ഞാൻ ദം ചെയ്തെടുത്തു. അപ്പോൾ നമ്മളെ വീട്ടിൽ സാധാരണ പള്ളി കഴിഞ്ഞ് വന്നാൽ അപ്പം തന്നെ ചോറ് കഴിക്കണം. അപ്പോൾ ഇന്ന് പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ചോറായിട്ടില്ലേനും, ദം ഇട്ടിട്ടുള്ളതിന്. അപ്പം ഇനി കുറച്ച് നേരം കഴിയട്ടെ വിചാരിച്ചിട്ടോ ഞങ്ങളത് എടുക്കാൻ. അപ്പോൾ വെറുതെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മളെ ബിരിയാണി പൊട്ടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഫസ്റ്റ് 6 കിലോ ബിരിയാണി കൊണ്ടുപോയി, പിന്നെ 4 കിലോ മന്തി കൊണ്ടുപോയി. ഇനി ഇതാ 2.5 കിലോ മന്തിൻ്റെ ആളാട്ടോ ഇത്. ഇതിൻ്റെ ക്ലാസ്മേറ്റാണ്, ഹർഷാദ് അലിയാണോ എൻ്റെ പേര്. ഓൻ്റെ മക്കളാണ് കേട്ടോ കൂടെ ഉള്ളത്. പിന്നെ ഓൻ്റെ അമ്മ നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. അപ്പം അമ്മ പറഞ്ഞതാണല്ലോ അമ്മക്ക് തരണ ഓർഡർ എന്ന് പറഞ്ഞിക്കാണ്ട്, അങ്ങനെ ഉമ്മാൻ്റെ ഇതിലാണ് കേട്ടോ അമ്മക്ക് ഈ ഓർഡർ കിട്ടിയത്. അപ്പം ഞാൻ മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ അമ്മാനെയും കൊണ്ട് വരാനൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ ഞാൻ. അപ്പോൾ ഓരോ ഫുഡുമായി ഓരോതും ഒരു കൊണ്ടുപോയി. പിന്നെ വല്ലപ്പുഴക്കെന്നാണ് വേറൊരു ടീം വന്നിട്ടുണ്ട് അതിനത്, ഈ 3 കിലോ ബിരിയാണിക്ക്, 3 കിലോ ചിക്കൻ ബിരിയാണിക്ക് കേട്ടോ. ഇവളാണ് ഫസ്റ്റ് ഓർഡർ തന്നിട്ടുണ്ട് അതിനത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുപോയിട്ടോ. എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ ബിരിയാണി പൊട്ടിക്കാനൊക്കെ നിന്നത്. പിന്നെ ഞാൻ കുളിച്ച ഡ്രസ്സൊക്കെ മാറി. പിന്നെ മക്കളും കൂടെ ഹെൽപ്പിന് ഉണ്ടായതുകൊണ്ട്, മക്കളും ഉമ്മയൊക്കെ ഉണ്ട് ഹെൽപ്പിന്, അതുകൊണ്ട് പാത്രം കഴുകലൊക്കെ ഓരോ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇനി നമ്മൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് ഇനി നമ്മളും ബിരിയാണി കഴിക്കട്ടെ കേട്ടോ. കുട്ടികൾക്കൊക്കെ വിശക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഐഫക്കുട്ടി പറയുന്നുണ്ട് ഇനി പെരുന്നാളിൻ്റെ അന്ന് ഉമ്മച്ചി ഓർഡർ എടുക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഫുഡ് കഴിക്കാൻ നേരം വൈകിക്കണം, അതാണെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ തന്നെ കുറേ ആൾക്കാരോട് എനിക്ക് കഴിയൂല അങ്ങനെ കുറേ ഏറ്റതുണ്ട് എന്നൊക്കെ പറഞ്ഞതാട്ടോ. അപ്പോൾ നമ്മൾ കാറ്ററിംഗ് സർവീസൊക്കെ കുറച്ച് വലിയതൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പിനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് തന്നെ തുടങ്ങുകയൊക്കെ ചെയ്യാം, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിനുള്ളൊരു ഇതൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ നമ്മൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഞങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ മക്കളെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇൻഷാല്ലാ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് ഒരു വീഡിയോ സാധാരണ നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നതാണ് പെരുന്നാൾ വ്ളോഗായിട്ട്. അപ്പോൾ ഇന്ന് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി സാരല്ല, ഇൻഷാല്ലാ പിന്നെ ആക്കാം. പിന്നെ പെരുന്നാൾ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ പായസം ഉണ്ടാക്കാനൊന്നും കേട്ടോ. പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പറ്റൂല, പായസം നിർബന്ധമാണ് നമുക്ക് പെരുന്നാൾക്ക്. അപ്പോൾ ഞാൻ അടപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പി നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ വ്ളോഗിലേ ഒക്കെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഒരു ഗതികേടാണ്. അപ്പോൾ ഇങ്ങനെ ഷോർട്ടായിട്ട് നമുക്ക് വലിയ ലെങ്ത് ഇല്ലാത്ത വീഡിയോസ് ആക്കിയിട്ട് ഇടാമല്ലോ. അപ്പം നമ്മളെ സെക്കൻഡ് ചാനലിലുണ്ട് കേട്ടോ അങ്ങനത്തെ ഒക്കെ. അതിൽ ഇതേപോലെയുള്ള വീഡിയോസ് ഇടാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ എന്തായാലും വാച്ച് ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ആ ഒരു ചാനലിലും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ മോണിറ്റൈസേഷൻ ആക്കാനും പറ്റുമാവും. അപ്പം ഇൻഷാല്ലാ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. അപ്പം നിങ്ങളെന്താണ് പെരുന്നാൾക്ക് സ്പെഷ്യൽ ഉണ്ടാക്കിയെന്നൊക്കെ കമൻറ്റ് ചെയ്യോണ്ടി കേട്ടോ. അപ്പം ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്